തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ, തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ. നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ, മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ. നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, അന്തരിച്ച പ്രശസ്തനായ IAS-കാരനും സാഹിത്യ പ്രതിഭയുമൊക്കെയായ വേദരത്നാകരം എന്ന ബൈബിൾ നിഘണ്ടു മലയാളത്തിന് സമ്മാനിച്ച D. ബാബു പോൾ IAS, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. തൻ്റെ ജീവിത പങ്കാളി മരിച്ച സമയത്ത് തൻ്റെ മക്കളൊക്കെ ജീവിതത്തിൽ അവരുടേതായ ലോകത്ത് തിരക്ക് പിടിച്ച് അവരുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ തനിച്ചായ അദ്ദേഹം തൻ്റെ വീടിൻ്റെ കട്ടിള പടിയിലിങ്ങനെ ഒരു വാചകം എഴുതി ചേർത്തു: ഇവിടെ ഞാനും ദൈവവും തനിച്ചാണ്. പ്രശസ്തനായ ഒരു പ്രതിപാദനനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. IAS-കാരനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, ഒരുപാട് സൗഹൃദങ്ങളുള്ള, ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. എന്നിട്ടും തൻ്റെ ഭവനത്തിനുള്ളിൽ അദ്ദേഹം തൻ്റെ പ്രിയ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട സമയത്ത് തൻ്റെ ഭവനത്തിനുള്ളിൽ തനിച്ചായ അദ്ദേഹം എഴുതി ചേർത്ത വാചകം ഇതാണ്: ഇവിടെ ഞാനും ദൈവവും തനിച്ചാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കീർത്തനത്തിൽ പാടുന്നുണ്ട്: അങ്ങയുടെ അരികിലിരിക്കാൻ ഒരു നിമിഷത്തിൻ്റെ ധാരാളിത്തത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് തിരക്കുകൾക്കും കോലാഹലങ്ങൾക്കും പിറകെ പരക്കം പാഞ്ഞിട്ട് സച്ചിദാനന്ദൻ്റെ കവിത പോലെ ഒടുവിൽ ഞാൻ ഒറ്റയാകുന്നു എന്ന് വിലപിക്കുന്ന പാവം മനുഷ്യരാണ് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവവും ഞാനും തനിച്ചാണ്. ഒരിക്കലും എന്നെ തനിയെ വിടാതെ എന്നെ അനുധാവനം ചെയ്യുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ തൊഴിൽ മേഖലയിൽ, ഒരു അന്യരാജ്യത്ത് തനിയെ ആയിരിക്കാം. മറക്കാതിരിക്കാം, ഇവിടെ ഞാനും ദൈവവും തനിച്ചാണ്. ഈ ഒരു കൃപ നിരന്തരം നിലനിർത്താൻ നമുക്ക് പരിശ്രമിക്കാം.